ജാതകൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഒരു ജാതകത്തിൽ നിന്നും ആ ജാതകത്തിലെ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, 4ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, അതുപോലെ തന്നെ 11 ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ, ഇവയെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയാൻ കഴിയുക. ഇതുകൂടാതെ 10ാം ഭാവത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച് കാണുന്നുണ്ട്. 2ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ധനമാണ്. ആ ധനം നമ്മൾ അധ്വാനിച്ചുണ്ടാകുന്ന ധനത്തെയാണ് 2ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. 4ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് നമ്മുടെ പാരമ്പര്യ സ്വത്ത്, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള സ്വത്തിനെയാണ്. അഷ്ടമം കൊണ്ട് ചിന്തിക്കുന്നത് നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന സ്വത്തുക്കൾ, അതുകൂടാതെ തൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്ന സ്വത്തുക്കൾ, അവരുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന സ്വത്തുക്കൾ. അതുപോലെ തന്നെ 11 എന്ന് പറയുന്നത് നമ്മുടെ കർമ്മം കൊണ്ടുണ്ടാകുന്ന, അതായത് തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത്. ഇത്തരത്തിൽ വിവിധ ഭാവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതാണോ അല്ല മെച്ചപ്പെടുന്നതാണോ എന്നൊക്കെ ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. ഈ പറഞ്ഞ, അതായത് 2ാം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുക, അതുപോലെ തന്നെ 4ാം ഭാവത്തിൽ ശുഭഗ്രഹം ഉണ്ടാകുക, അഷ്ടമത്തിൽ ശുഭഗ്രഹം ഉണ്ടാകുക, 10ാം ഭാവം നല്ല ബലത്തോടു കൂടി ഇരിക്കുക, 11ാം ഭാവം അതുപോലെ തന്നെ ശുഭഗ്രഹത്തോടു കൂടി വ്യാഴനോ ശുക്രനോ ഒക്കെ ആയിട്ട് നിൽക്കുക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഈ 2ാം ഭാവത്തിലും 4ാം ഭാവത്തിലും ശുഭഗ്രഹങ്ങൾ വരുമ്പോൾ അയാളുടെ വിദ്യാഭ്യാസവും മെച്ചപ്പെട്ടതായിരിക്കും. അതായത് നല്ല ബുദ്ധിയും കഴിവും സാമർഥ്യവും ഒക്കെ ഉള്ള ഒരു ആളായിരിക്കും. എന്നാൽ അഷ്ടമത്തിൽ ശുഭഗ്രഹങ്ങളുടെ സ്ഥിതി വന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ല കൗശലക്കാരനായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു വക്കീലായിട്ടോ അതല്ലെങ്കിൽ നല്ലൊരു ഓഡിറ്ററായിട്ടോ ഒക്കെ വിജയിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു സ്ഥിതിയാണ് അഷ്ടമത്തിലെ ശുഭഗ്രഹ സ്ഥിതി. 11ാം ഭാവം, അതായത് ലാഭസ്ഥാനത്ത് ശുഭഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം കൊണ്ടുള്ള, അതായത് തൊഴിലിൽ നിന്നുള്ള വരുമാന വർധനവിനെയാണ് അത് കാണിക്കുന്നത്. ഇനി ഇവിടെ ഈ ഭാവങ്ങളിലൊക്കെ പാപഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ സൽപ്രവർത്തികളിലൂടെ അല്ലാതെയുള്ള മാർഗങ്ങളിലൂടെ സമ്പത്ത് ധാരാളം ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നു. അപ്പോൾ അഷ്ടമത്തിൽ പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ അയാൾ മറ്റുള്ളവരെ തെറ്റിച്ചോ ഒക്കെ, അല്ലെങ്കിൽ പണം പലിശയ്ക്ക് കൊടുത്തിട്ടോ ഒക്കെ അതിൽ നിന്നുള്ള വരുമാനമായിരിക്കും അയാൾക്ക് ലഭിക്കുക. എങ്കിലും അയാൾ സമ്പത്ത് കൈകാര്യം ചെയ്യാനായിട്ട് അയാൾക്ക് കഴിയുന്നതാണ്. പിന്നെ പലപ്പോഴും ബാങ്കിങ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ജാതകം പരിശോധിച്ചു കഴിഞ്ഞാലും അഷ്ടമത്തിൽ ഇതുപോലെ ശുഭഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ നിൽക്കുന്നത് കാണാം. പക്ഷെ അത് അവരുടെ തന്നെ പണമായിരിക്കത്തില്ല, അവർ അന്യരുടെ പണം അവരുടെ കൈകളിലൂടെ ഇങ്ങനെ കൈമറിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് സമ്പത്തിനെ കുറിച്ച് ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്.